Hey, hello, welcome back to our channel Vlogs by Sara. ഇന്ന് AMCS FNCക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 2026-27 അധ്യയന വർഷത്തെ BSc നഴ്സിംഗിലെ വെരിഫിക്കേഷൻ ഓഫ് +2 മാർക്സ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം തന്നെ അവരുടെ മെയിൻ പേജിൽ കയറിയിട്ട് ആപ്ലിക്കൻ ലോഗിൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങളാണ് ലോഗിൻ ചെയ്യുക. വൺസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതിനകത്ത് വ്യൂ മാർക്ക് ഡീറ്റെയിൽസ് ആ ഒരു സെക്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. സോ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിരിക്കുക നമ്മുടെ +2ൻ്റെ മാർക്സ് അവരിവിടെ കാണിക്കും. ഈ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ മാർക്സ് ഇവിടെ കാണിക്കും. നിങ്ങൾ മാർക്ക് ഷീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ വരാം. ഇനി നമ്മൾ കൺഫേം ബട്ടൺ അല്ലെങ്കിൽ കറക്റ്റ് ബട്ടൺ കൊടുത്ത് ഇനി പിന്നെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ടോ അതോ ഇല്ലയോ നിങ്ങൾ മനസ്സിലാക്കുക. ഇഫ് ഇൻ കേസ് നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റോ റീവാലുവേഷനിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ഇൻകറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻകറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ 2-3 കാര്യങ്ങൾ ചോദിക്കും. ഫസ്റ്റ് വൺ ഇസ് എ റീസൺ ഫോർ കറക്ഷൻ. എന്താണ് റീസൺ ഫോർ കറക്ഷൻ? ചിലപ്പോൾ അത് റീവാലുവേഷൻ മാർക്സ് നോട്ട്, ഇപ്പം CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ റീവാലുവേഷൻ മാർക്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് മാർക്സ് നോട്ട് ഇൻക്ലൂഡഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ അതേഴ്സ് പ്ലീസ് സ്പെസിഫൈ. ചിലപ്പോൾ ഇത് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഒബ്റ്റെയിൻഡ് മാർക്സ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനകത്ത് 0 എന്ന് കാണിക്കും, മാക്സിമം മാർക്സ് 0 എന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടായെങ്കിൽ നിങ്ങൾ അതിവിടെ സ്പെസിഫൈ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അത് പ്ലീസ് സ്പെസിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അതിനുശേഷം എന്താണ് റിമാർക്ക് ഉള്ളത് നിങ്ങളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എന്ത് ചെയ്യുക, 12ൻ്റെ മാർക്ക് ഷീറ്റ്, ഇപ്പം റീവാലുവേഷൻ കൊടുത്തപ്പോൾ പുതിയൊരു മാർക്ക് ഷീറ്റ് കിട്ടിയല്ലോ, അത് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുക. നിങ്ങൾ നേരത്തെ ഫയൽ കൊടുക്കല്ല, അത് ശ്രദ്ധിച്ചാണ്. എപ്പോഴും റീവാലുവേഷൻ കൊടുത്ത പുതിയ ഫയലാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്സ് അറിയാണ്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഓൺ അവർ ചാനൽ വ്ലോഗ്സ് ബൈ സാറ. താങ്ക് യു.